പത്തനംതിട്ട നഗരസഭയിലെ 7-ാം വാർഡ് മൈലാടുപാറ SND സ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിലേക്ക് ഒരു ആംബുലൻസ് വന്നു നിന്നു. ആംബുലൻസിനുള്ളിൽ നിന്നും ഒരാളെ സ്ട്രക്ചറിൽ പുറത്തേക്കിറക്കി പോളിംഗ് ബൂത്തിന് സമീപത്തേക്ക് എത്തിച്ചു. മറ്റു വോട്ടർമാർ മാറി നിന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് സ്ട്രക്ചറിൽ കിടന്ന് സാജൻ വോട്ട് ചെയ്തു. രണ്ടു വർഷം മുമ്പ് ഓട്ടോറിക്ഷ മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ സാജന് ഗുരുതരമായി പരിക്കേറ്റത്. സ്പൈനൽ കോഡ് മുറിഞ്ഞ് ചലനശേഷി നഷ്ടമായി. തന്റെ ഉറ്റ സുഹൃത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വീട്ടിലെ മുറിക്കുള്ളിൽ ഇന്നത്തെ ദിനം ഒതുങ്ങിക്കൂടാൻ തോന്നിയില്ല. അതുകൊണ്ട് വന്ന് വോട്ട് ചെയ്തു. സംതൃപ്തിയോടെ സാജൻ പറഞ്ഞു, വീട്ടിൽ തന്നെ കിടപ്പില്ല. 2 വർഷമാകാൻ പോകുന്നു. ആക്സിഡൻറ്റ് പറ്റി സ്പൈനൽ കോഡ് ഇഞ്ചറിയാണ്. അരയ്ക്ക് താഴ്വശം തളർന്നു പോയിരിക്കുകയാണ്. കിടപ്പായിരുന്നു. എന്നിട്ടും വോട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തിന് ഒന്ന് ഞാൻ ചെയ്തു. അടുത്ത വർഷം ഇനിയും ചെയ്യാൻ ഒത്തെങ്കിൽ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പില്ല. അതിനു മുമ്പെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ഇലക്ഷനും ചെയ്തിട്ടുണ്ട്. ഒന്നിനും മുടങ്ങിയിട്ടില്ല. കൃത്യമായിട്ട് 18 വയസ്സിന് മുതൽ വോട്ടുണ്ട്. ഇന്ന് വരെ കൃത്യമായിട്ട് മുടങ്ങാതെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് വളരെ വിലപ്പെട്ടതാണ്. ആരും അത് പാഴാക്കരുത്. അങ്ങനെയുള്ളവരോട് മടിക്കരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വോട്ട് ചെയ്യണം. ആരും മടിച്ചിരിക്കരുത്. കൂട്ടുകാരന് വോട്ട് ചെയ്ത സംതൃപ്തിയോടെ ആംബുലൻസിൽ സാജൻ വീട്ടിലേക്ക് മടങ്ങി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.